അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പ്രൊഫസർ ഡോക്ടർ സുധീന്ദ്രൻ എസ് ആണ്. ഡോക്ടർ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ ഫാറ്റി ലിവർ ഏറെ വൈകിയാണ് കണ്ടുപിടിക്കുന്നത്. പലരും ഇത് അറിയപ്പെടാതെ പോകുന്നു, തിരിച്ചറിയുന്നില്ല നമ്മുടെ ശരീരത്തിൽ ഫാറ്റി ലിവർ ഉണ്ട് എന്ന്. എന്താണ് ഈ ഫാറ്റി ലിവർ? ഇത് എത്രത്തോളം ഗുരുതരമാണ്? ഫാറ്റി ലിവർ ഒരു രോഗാവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ലിവറിൽ ഉണ്ടാവുന്ന ഫാറ്റ് ഡെപ്പോസിറ്റ്സ്, പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം കൊളസ്ട്രോൾ ഉണ്ട്, അത് അല്ലെങ്കിൽ പ്രത്യേകതരം ഫാറ്റ് ഉണ്ട്, അതാണ് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ പലപ്പോഴും ഇന്നിപ്പോൾ കണ്ടുപിടിക്കാൻ പ്രധാന കാരണം നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴാണ്. പലപ്പോഴും ഇത് വേറെ രോഗങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുന്നത്, അപ്പോഴായിരിക്കും ഈ ഫാറ്റ് ലിവർ കാണുന്നത്. ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞാൽ ഈ ഫാറ്റ് പതുക്കെ തുടങ്ങണം. അത് പല ഗ്രേഡിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാറ്റ് ലിവർ ഗ്രേഡ് 1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിന്റെ സർഫസിൽ മാത്രമായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ആണ് വരുന്നത്. ഒരു സെക്കൻഡ് സ്റ്റേജോ തേർഡ് സ്റ്റേജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ. ഇത് പലപ്പോഴും ഇതിന്റെ ലക്ഷണങ്ങളൊന്നും കാണണമെന്നില്ല. വളരെ രോഗി പേടിച്ച് ചികിത്സ ചെയ്യണമെന്നും നിർബന്ധമില്ല. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പ്രധാന കാരണം ഒന്ന് പൊണ്ണത്തടിയാണ്. ഒബീസിറ്റി പേഷ്യൻസിൽ കാണും. ആൽക്കഹോൾ ഉള്ള ആൾക്കാർ, ഇത് രണ്ടു തരമായിട്ട് ഇത് പേടി. ഒന്ന് ആൽക്കഹോൾ കൊണ്ടുണ്ടാവുന്ന ഫാറ്റി ലിവർ ഡിസീസും, രണ്ടാമത് അല്ലാതെ നാഷ് എന്ന് പറയും, നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അതായത് ആൽക്കഹോൾ ഉപയോഗിക്കാത്ത ആൾക്കാരുടെ ഉണ്ടാവുന്ന ഫാറ്റി ലിവർ. അങ്ങനെയുള്ള ആൾക്കാരിൽ കൂടുതലും കാരണം എന്ന് പറഞ്ഞാൽ വണ്ണം ഉള്ളവർ, ഒബീസിറ്റി ഉള്ളവർ, കൂടുതൽ ഷുഗർ പേഷ്യൻസ് ഉള്ളവർ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാത്തവർ, പിന്നെ അധികമായിട്ടുള്ള ഒരുപാട് കാർബോഹൈഡ്രേറ്റും ഒരുപാട് ഓയിലി ഫുഡും ഒരുപാട് ഡീപ് ഫ്രൈഡ് ഫുഡും ഒക്കെ കഴിക്കുകയും അത് കഴിക്കുന്നതോടൊപ്പം തന്നെ എക്സസൈസ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരിലാണ് കൂടുതലും ഫാറ്റ് ലിവർ കാണുന്നത്. ഈ ആൽക്കഹോളും പൊണ്ണത്തടി, ഇവരിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരും പൊണ്ണത്തടിയുള്ളവരും, ഇവരിൽ കാണുന്ന ഈ ഫാറ്റി ലിവർ അല്ലാതെ മറ്റുള്ളവരിലും കണ്ടുവരുമല്ലോ, അവർക്ക് വരുന്ന ഈ ഫാറ്റി ലിവർ ഗുരുതരമാകാറുണ്ടോ? അതെ, ഇത് നമ്മൾ ഫാറ്റി ലിവർ അത് എങ്ങനെയാണെന്നുള്ളത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ രോഗി പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നതനുസരിച്ചിരിക്കും. നമുക്ക് ഒരു ഫാറ്റി ലിവർ കണ്ടുപിടിച്ചു, ഗ്രേഡ് 1 ആണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ചിട്ടോടുകൂടി ജീവിതചര്യ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫാറ്റി ലിവർ 2 ആവണമെന്നില്ല. അത് ചിലപ്പോൾ റിവേഴ്സിബിളും ആണ്, തിരിച്ച് നോർമൽ ലിവർ ആവാനും സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഫാറ്റി ലിവർ 1 ആയിട്ട് നമ്മൾ വീണ്ടും ജീവിതക്രമം നമ്മൾ തെറ്റി ജീവിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ മദ്യപിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുകയാണ്, ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണ്, ഒരുപാട് മീറ്റ് കഴിക്കുകയാണ്. ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഒരു എക്സസൈസും ചെയ്യുന്നില്ല. അങ്ങനത്തെ കണ്ടീഷനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ചില ആൾക്കാരിൽ കൂടുതൽ സിറോസിസ് ആയിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആൾക്കാരിൽ ഈ സിറോസിസ് എന്താണെന്ന് വ്യക്തമാക്കാമോ? സിറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ടുള്ള ഹെൽത്തി ലിവറിന്റെ സെല്ലിനെ മാറി അതൊരു സ്കാർ ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു തിക്നെസ് ആണ്, നമ്മൾ കട്ടി പിടിക്കുക എന്നുള്ളത് പറയാം. നോർമൽ സെല്ല് മാറിയിട്ട് അത് വേറെ രീതിയിലേക്ക് മാറുന്നതിനാണ് സിറോസിസ് എന്ന് പറയുന്നത്. ലിവർ സിറോസിസ് കുറച്ച് എന്താ പറയുക, ലിവർ ഡിസീസിന്റെ കുറച്ചൊരു ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു രോഗമാണ്. കാരണം ആദ്യത്തെ സ്റ്റേജിൽ നമുക്കൊരു ലക്ഷണവും കാണാറില്ല. സെക്കൻഡ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോണ്ടിസ് കാണാറുണ്ട്. ചില ആൾക്കാരിൽ മുഖത്ത് നീര്, കാലിൽ നീര്, മുഖത്ത് കറുത്ത പാടുകൾ വരാം. പിന്നെ ആണുങ്ങളിൽ പൊതുവെ കാണുന്ന ഒരു ലക്ഷണമാണ് ഗൈനക്കോമാസ്റ്റി എന്ന് പറയുക. അതായത് ആണുങ്ങളിൽ നമ്മുടെ ബ്രസ്റ്റ് വലുതാവുക. പിന്നെ ചിലവരുടെ കാലിൽ വെരിക്കോസ് വെയിൻ പോലത്തെ സ്പൈഡർ വെബ് വെരിക്കോസ് വെയിൻ എന്ന് പറയുക. അതായത് നമ്മൾ ചിലന്തിയുടെ കാല് പോലത്തെ ചെറിയ രീതിയിലുള്ള വെരിക്കോസ് വെയിൻസ് കാണുക. ഇതൊക്കെ സിറോസിസിൽ കാണുന്ന ലക്ഷണമാണ്. ഇത് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന, ക്രോണിക്കായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിൽ സിറോസിസ് കാണാം. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നാഷ് ഉള്ള ഒരാൾ നമ്മൾ നേരെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് പതുക്കെ സിറോസിലേക്ക് പോകാം. ഇത് കുറച്ച് അപകടം പിടിച്ച ഒരു അവസ്ഥയാണ്. കാരണം ഇത് പോർട്ടൽ ഹൈപ്പർ ടെൻഷനിലേക്ക് മാറുകയും ഇത് പിന്നീട് ക്യാൻസറായി മാറാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റീനൽ ഫെയിലർ ആവാൻ ചാൻസ് കൂടുതലാണുള്ളത്. ഈ സിറോസിസ് എങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും? അല്ല, സിറോസിസ് ചികിത്സിച്ച് ഭേദമാക്കാൻ കുറച്ച് പ്രയാസമാണ്. നമ്മൾ ശരിക്കും ചികിത്സിക്കണമെങ്കിൽ ഇതിന് മുമ്പ് തന്നെ ചികിത്സിച്ചാൽ മാത്രമേ നമ്മൾ സിറോസിലേക്ക് വരാതെ നോക്കിയാൽ മാത്രമേ ഈ രോഗം ഭേദമാകത്തുള്ളൂ. അല്ല, അത് വന്നു കഴിഞ്ഞാൽ ചികിത്സ കുറച്ച് പ്രയാസപ്പെട്ട അവസ്ഥയാണ്.